ക്രിക്കറ്റ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് IPL ലക്നൗ സൂപ്പർ ജയൻസും രാജസ്ഥാൻ റോയൽസും മത്സരം. ലക്നൌവിന് വിജയിച്ചേ പറ്റൂ. രാജസ്ഥാന്റെ കാര്യത്തിലും ഏകദേശം അങ്ങനെ തന്നെയാണുള്ളത്. കാരണം അവർ 2 കളി ഇപ്പോൾ പരാജയപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പൊ അവർക്കും വിജയത്തിലേക്ക് തിരിച്ചു വരണം. അതുകൊണ്ട് ഒരു മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ പറ്റും. കളി നടക്കുക ലക്നൌവിലാണ് കളി നടക്കുക. നമുക്കെന്തായാലും ഈ വീഡിയോയിൽ ടീം ന്യൂസ്, പ്രോബബിൾ ലൈനപ്പ്, അതുപോലെ പിച്ച് റിപ്പോർട്ട് എന്നീ കാര്യങ്ങളൊന്നും വിശദമായിട്ട് തന്നെ നോക്കാം. ഇപ്പോ പിച്ച് റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് നമുക്കറിയാമല്ലോ, ലക്നൌവിലാണ് കളി നടക്കുക. ലക്നൌവിലെ കളി നടക്കുമ്പോൾ ഒരു വലിയ സ്കോർ ഒന്നും പ്രതീക്ഷിക്കേണ്ട. റെഡ് സോയിൽ തന്നെയാണ് മത്സരം നടക്കാനുണ്ടാവുക. അതുകൊണ്ട് ഒരു 170 എത്തിയാൽ തന്നെ മികച്ച സ്കോർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്നും ഒരു 170ഉം 180 ഇടപെടാനുള്ള ചാൻസ് കാണുന്നുള്ളൂ. അതാണ് പിന്നെ ടീം ന്യൂസും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, നിക്കോളാസ് പൂറന്റെ കാര്യം ദയനീയ അവസ്ഥയാണ്. അത് LSTക്ക് വലിയ തലവേദനയാണ് ഇപ്പോ. നിക്കോളാസ് പൂറിന്റെ എവറേജ് എത്ര വരെയോ 8.5. സ്ട്രൈക്ക് റേറ്റ് എത്രയാ 80. 100 പോലും നിക്കിപ്പിക്കില്ല. അതാണ് പറഞ്ഞത്, വലിയ തലവേദനയാണ് ഇപ്പോ ഉള്ളത്. പിന്നെ പ്രിൻസ് യാദവിന്റെ കാര്യം, അദ്ദേഹം ഇപ്പോ പർപ്പിൾ ക്യാപ്പിലെ 3ാം സ്ഥാനത്താണ് പ്രിൻസ് യാദവ് ഉള്ളത്. 11 വിക്കറ്റുമായി പ്രിൻസ് യാദവ് 3ാം സ്ഥാനത്ത് എത്തുമ്പോൾ ജോയിന്റ് മോസ്റ്റ് വിക്കറ്റ് ടേക്കറാണ് പവർ പ്ലേയിൽ. പിന്നെ LST ഇപ്പൊ കഴിഞ്ഞ 9 കളികളിൽ 2 മത്സരം മാത്രമാണ് ഏകാന സ്റ്റേഡിയത്തിൽ വിജയിച്ചത്. അതവർക്ക് ഒരു തിരിച്ചടിയാണ്. അത് ഇപ്പൊ ലോവസ്റ്റ് എമംഗ് ഓൾ ടീംസ് അല്ല, ഹോം ഗ്രൗണ്ട് ആണ്. മിനിമം 20 മാച്ചസ് കളിച്ചിട്ട് 41 മാത്രമാണ് വിൻ പെർസെന്റേജ് ഉള്ളത് ലക്നൌവിന്റെ കാര്യത്തിൽ. അപ്പൊ സ്വന്തം ഗ്രൗണ്ടിൽ കളിക്കും മുട്ടുപിടിക്കുന്ന LSTയുടെ ടീം. വൈഭവ് സൂര്യവംശിയുടെ കാര്യം, വൈഭവ് സൂര്യവംശി ഇപ്പൊ 15 സിക്സുമായിട്ട് സെക്കൻഡ് മോസ്റ്റ് സിക്സ് ആണ് പവർ പ്ലേയിൽ. 1ാം സ്ഥാനത്തുള്ള അഭിഷേക് ശർമ്മയാണ്. വൈഭവ് സൂര്യവംശി 15 സിക്സുമായി 2ാം സ്ഥാനത്തുണ്ട്. പവർ പ്ലേയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെ LSTക്ക് ഒരു തലവേദനയുണ്ട്. അപ്പൊ ഇവരുടെ ബാറ്റിംഗ് ഇപ്പൊ തലവേദന തന്നെയാണ് LSTക്ക് ഉള്ളത്. പിന്നെ ഇപ്പോ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 3 സീസൺ ജോഫ്രെ ആർച്ചർ ഹാസ് ലുക്ക്ഡ് അറ്റ് ഹിസ് മാച്ചിങ് ബെസ്റ്റ് ഇൻ IPL. ആർച്ചർ ഇപ്പൊ മികച്ച രീതിയിലാണ് സ്പെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ ലൈനും ലെങ്ത്തും എല്ലാ കളികളും വിക്കറ്റ് എടുക്കുന്നത്. പവർ പ്ലേയിൽ തന്നെ 2-3 വിക്കറ്റുകൾ ആർച്ചർ സ്വന്തമാക്കുന്ന കാര്യം നിങ്ങൾ കണ്ടില്ലേ. ടിം സീൽവോട്ടർക്ക് ഗോൾഡൻ ഡെക്കാക്കി ഈഡൻ കാർഡിൽ പറഞ്ഞു വിടുന്ന കാര്യം കണ്ടില്ലേ. ഇന്നും ആർച്ചർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അത് രാജസ്ഥാന് ഗുണകരമാകും. LSTയുടെ ടോപ്പ് ഓർഡർക്ക് ഇപ്പൊ കോമൗട്ടാണ് ഏഡൻ മാർക്കും കളിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് അവർക്ക് ഇത് കിട്ടുന്നത് പൊസിഷൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പണിങ്ങിലും 1 ഡൗണും 2 ഡൗൺ ഒക്കെ ആയിട്ട് ഏഡൻ മാറ്റുന്നു. നിക്കോളാസ് പൂറൻ 2 ഡൗൺ ആയിരിക്കും അമ്പയർ പരാജയം. ഋഷഭ് പന്ത് എന്നാണ് കളിക്കുന്നത്. നിശ്ചയ മാസം ഫോമോട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജോഫ്രെ ആർച്ചറിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാകും. പിന്നെ ആവേശ് ഖാന്റെ കാര്യം, ആവേശ് ഖാൻ ഇപ്പോ ബാക്ക് ഇഞ്ചുറി ആണ്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ കളിക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. ആവേശ് ഖാൻ ഉണ്ട്. അതായത് ഇപ്പോ SRH ഇപ്പൊ നമുക്കറിയാമല്ലോ, അല്ല രാജസ്ഥാൻ നമുക്കറിയാമല്ലോ, വൈഭവ് സൂര്യവംശി യശസ്വി ജയ്സ്വാളൊക്കെ മികച്ച പ്രായം. ഈ 2 പേര് ഔട്ടാക്കിയാൽ തന്നെ ഒരുപക്ഷെ LSTക്ക് മികച്ച രീതിയിലേക്ക് എത്താൻ പറ്റും. പക്ഷെ 2 ലെഫ്റ്റ് ബാറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ആവേശ് ഖാന് ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പിന്നിപ്പോ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇന്ന് നിക്കോളാസ് പൂറിന് പകരം മാത്യു ബ്രിഡ്സ്കെ കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായ മാത്യു ബ്രിഡ്സ്കെ കളിച്ചാൽ അത് കൂടുതൽ ഗുണകരമാവുന്ന കാര്യം സംശയം വേണ്ട. പിന്നെ അതേപോലെ തന്നെ മണിമാരൻ സിദ്ധാർത്ഥിന് പകരം ഷഹബാസ് അഹമ്മദ് കൂടി LSTക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. രാജസ്ഥാന്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സെയിം ഉപയോഗിച്ചിട്ടാണ് ഇറങ്ങാനുള്ള ചാൻസ്. ഒരു പക്ഷേ സന്ദീപ് ശർമ്മ കളിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പൊ മികച്ച രീതിയിൽ തന്നെ 2 ടീം ഇന്ന് ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. കഴിഞ്ഞ കളി ഇപ്പൊ രാജസ്ഥാൻ പരാജയപ്പെടാൻ കാരണം ആ റിങ്കു സിംഗിനെ ക്യാച്ച് വിടുന്നു, ജഡേജയുടെ ഓവർ കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ ഒരു ഇല്ലേ മിസ്റ്റേക്ക് പോകുന്നു. ഇന്നും ആ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ രാജസ്ഥാൻ തന്നെ വിജയിക്കുന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അത്രയും മികച്ച ടീം രാജസ്ഥാൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടീമിന്റെയും ഒരു പ്രോബബിൾ ലൈനപ്പിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, ലക്നൌവിന്റെ കാര്യത്തിൽ മിച്ചൽ മാഷും ഏഡൻ മാർക്കും കൂടി ഓപ്പൺ ചെയ്താൽ നമ്പർ 3-ൽ ഋഷഭ് പന്ത്, നമ്പർ 4-ൽ മാത്യു ബ്രിഡ്സ്കെ ഓർ നിക്കോളാസ് പൂറൻ, ഒരാളെ കളിപ്പിക്കും. മിക്കവാറും ബ്രിഡ്സ്കെനെ കളിക്കാൻ ചാൻസ് ആണ് കൂടുതൽ. നമ്പർ 5-ൽ ആയുഷ് ബഡോണി, നമ്പർ 6-ൽ ഹിമ്മത് സിംഗും, നമ്പർ 7-ൽ മുകുൾ ചൗധരി വരാനുള്ള ചാൻസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ 8-ൽ ഷഹബാസ് അഹമ്മദ് എന്ന് കളിച്ചേക്കും. നമ്പർ 9 മുഹമ്മദ് ഷമി, നമ്പർ 10 പ്രിൻസ് യാദവ്, നമ്പർ 11 ഒരുപക്ഷെ മായങ്ക് യാദവ് ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആവേശ് ഖാൻ തന്നെ ഇൻഡായിട്ട് മോസിൻ ഖാൻ ഉണ്ടാകും. പിന്നെ RRന്റെ കാര്യത്തിലൊക്കെ സന്ദീപ് ശർമ്മ ഒരുപക്ഷെ ഇന്ന് കളിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും കൂടി ഓപ്പൺ ചെയ്താൽ ധ്രുവ് ജുറൽ നമ്പർ 3-ലും റിയാൻ പരാഗ് നമ്പർ 4-ലും ഷിമ്രോൺ ഹെറ്റ്മയർ നമ്പർ 5-ലും ഡൊണോവൻ പെരേര നമ്പർ 6-ലും കളിച്ചാൽ രവീന്ദ്ര ജഡേജ നമ്പർ 7, ജോഫ്രെ ആർച്ചർ നമ്പർ 8-ലും, രവി വിശ്വ നമ്പർ 9-ലും
നൻഡ്രെ ബർഗർ നമ്പർ 10, യാഷ് രാജ്പുത് നമ്പർ 11, ബ്രിജേഷ് ശർമ്മ ഓർ സതീഷ് ശർമ്മ ഇമ്പാക്ട് ആയിട്ട് മികച്ച പോരാട്ടം തന്നെ കാണാൻ സാധിക്കട്ടെ. ലക്നൌവിലാണ് മത്സരം. ഏതായാലും ഈ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ജയിക്കുമെന്നാണ് നമ്മുടെ അഭിപ്രായം. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.